ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു, ഈശോ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന തൻ്റെ സന്ദേശവുമായിട്ട് ഗലീലയിലേക്ക് വരുന്നതും പത്രോസും അന്ത്രയോസും യോഹന്നാനും യാക്കോബും ഈശോയെ അനുഗമിക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. ആണ്ടുവട്ടം 4-ാം ഞായറിലെ സുവിശേഷം യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ കഫർനാമിലെ ഒരു സിനഗോഗിലേക്ക് പോവുകയും അവിടെ വെച്ച് തൻ്റെ അധികാരം ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തുകയും അധികാരം ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ ഈശോ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. മർക്കോസ് സുവിശേഷകൻ ഇപ്രകാരമാണ് തൻ്റെ സുവിശേഷം വിവരിക്കുക. യേശു കഫർനാമിലെത്തി ഒരു സാബത്ത് ദിവസം അവിടെയുള്ള ഒരു സിനഗോഗിൽ പ്രവേശിക്കുന്നു. അവിടുന്ന് തൻ്റെ പഠനം ആരംഭിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വിസ്മയിക്കുകയാണ്. കാരണം അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ അവൻ അലറുകയാണ്, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അവനിങ്ങനെ പറയുമ്പോൾ ഈശോ ആ പിശാച് ബാധിതനെ, അല്ലെങ്കിൽ ആ പിശാച് ബാധിതനിലുള്ള പിശാചിനെ ശാസിക്കുകയാണ്. നിശബ്ദനായിരിക്കുക, അവനെ വിട്ടു നീ പുറത്തു വരിക. അങ്ങനെ ആത്മാവ് അവനെ തള്ളി വീഴ്ത്തി ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെയാണ് സുവിശേഷം പറയുക. അവർ അത്ഭുതപ്പെട്ടു. അവർ പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? ആത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെയൊരു അത്ഭുതത്തിലൂടെ ഈശോയുടെ പ്രശസ്തി ഗലീലി മുഴുവൻ വ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ മരണശേഷം ഈശോ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിളിച്ച് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. ഇത് മർക്കോസിൻ്റെ ആ വിവരണമനുസരിച്ചുള്ള ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അത്ഭുതവും കൂടിയാണ്. ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, യേശുവിൻ്റെ ഈ അത്ഭുതത്തിൻ്റെ, അധികാരത്തോടെയുള്ള ഈശോയുടെ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലമാണ്. അത് ഒരു സാബത്ത് ദിവസമായിരുന്നു. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം സാബത്ത് എന്നത്, നമ്മൾ ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ അവർ ആഴ്ചയിലെ അവസാന ദിവസമായിട്ടുള്ള ശനിയാഴ്ചയാണ് വിശുദ്ധമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് പോലെ ദൈവം വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ദിവസമാണ് സാബത്ത്. അപ്പോൾ സാബത്ത് ദിവസം ആരംഭിക്കുന്നത്, അല്ല, സാബത്ത് ദിവസത്തിൻ്റെ ആചാരക്രമങ്ങൾ ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ്. അപ്പോൾ അന്ന് എല്ലാവരും സിനഗോഗുകളിലേക്ക് പോകുന്നു. യേശുവും മറ്റെല്ലാ യഹൂദരെയും പോലെ തന്നെ ആ സാബത്ത് ദിവസം സിനഗോഗിലേക്ക് പോകുന്നു. 3 കാര്യങ്ങളാണ് സാബത്ത് ദിവസം സിനഗോഗുകളിൽ നടക്കുക. ഈശോയും അവിടേക്ക് പോകുന്നത് ഈ 3 കാര്യങ്ങളിൽ പങ്കെടുക്കാനാണ്. ഒന്നാമത്തേത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. രണ്ടാമത്തേത് അവരുടെ വിശുദ്ധ ഗ്രന്ഥം തോറ വായിക്കുന്നത് കേൾക്കുവാനും അതിനുശേഷം യഹൂദ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഫരിസേയരോ നിയമജ്ഞരോ ഒക്കെ അത് വിവരിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് സിനഗോഗിൽ നടക്കുക. സിനഗോഗ് എന്നാൽ തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി യഹൂദർ പ്രാദേശികമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന, അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലമാണ് സിനഗോഗ്. അപ്പോൾ ഇസ്രായേലിൽ അല്ലെങ്കിൽ യൂദയായിലെ എല്ലാ ചെറിയ പട്ടണങ്ങളിലും തന്നെ സിനഗോഗുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആകെ ഒരു ദേവാലയം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ജെറുസലേം ദേവാലയമാണ്. അപ്പോൾ അത് ജെറുസലേമിൽ മാത്രമാണ് ദേവാലയമുള്ളത്.
സിനഗോഗുകളാകട്ടെ പ്രാദേശികമായിട്ടുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് വലിയൊരു വ്യത്യാസമുണ്ട് സിനഗോഗും ദേവാലയവും തമ്മിൽ. ദേവാലയത്തിലാണ് വാർഷികമായിട്ടുള്ള തിരുനാളുകളൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് പെസഹ, പെന്തക്കൊസ്ത പോലെയുള്ള വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ആഘോഷിക്കുന്ന തിരുനാളുകൾ നടക്കുക. സിനഗോഗുകളിലാകട്ടെ ആഴ്ചകളിലുള്ള സാബത്താചരണം, മറ്റു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് സിനഗോഗുകളിലാണ്. ദേവാലയത്തിൽ മാത്രമാണ് പുരോഹിതരുണ്ടായിരുന്നത്. കാരണം ദേവാലയത്തിൽ മാത്രമാണ് ബലിയർപ്പണം ഉണ്ടാവുക. സിനഗോഗുകളിൽ ബലിയർപ്പണം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെ പുരോഹിതന്മാരും ഉണ്ടാവുകയില്ല. അതിന് പകരം അവരുടെ പണ്ഡിതന്മാരായിട്ടുള്ള ഫരിസേയർ, നിയമജ്ഞർ ഇവരൊക്കെ തോറ വായിച്ചിട്ട് അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രബോധനങ്ങൾ നൽകുന്ന ഇടമായിരുന്നു സിനഗോഗുകൾ. അപ്പോൾ പുരോഹിതരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള അവരുടെ വിശുദ്ധ ഗ്രന്ഥം പഠിച്ചിട്ടുള്ളവരുടെ പ്രബോധനങ്ങളാണ് അവിടെ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ യേശു കഫർനാമിലെ സിനഗോഗിൽ പ്രവേശിക്കുന്നതും പ്രബോധനങ്ങൾ നൽകുന്നതുമൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ഈശോ ഒരു പുരോഹിതനായിരുന്നില്ല, അല്ലേ? പുരോഹിതനായിരുന്നില്ല. കാരണം ഈശോ ഒരു പൗരോഹിത്യ ഗണത്തിൽ നിന്നുള്ളൊരു വ്യക്തിയായിരുന്നില്ല. ഒരു ലേവായനോ അല്ലെങ്കിൽ അഹറോൻ്റെ ഗോത്രത്തിലോ നിന്നുള്ളൊരു വ്യക്തി ആയിരുന്നില്ല. പക്ഷേ ജനങ്ങളെല്ലാവരും യേശുവിൻ്റെ പ്രബോധനങ്ങൾ കേട്ട് വിസ്മയിച്ചു. കാരണം അവർ അതുവരെ കേട്ടിരുന്ന സാധാരണ ഫരിസേയരുടെയോ നിയമജ്ഞരുടെയോ പ്രബോധനങ്ങൾ പോലെ ആയിരുന്നില്ല ഈശോയുടെ പ്രബോധനങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്കൊരു വലിയ വിസ്മയകരമായിരുന്നു അത്. അപ്പോൾ എന്തായിരുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം? ഈശോ മറ്റുള്ളവരിൽ നിന്നുള്ള വ്യത്യാസം എന്തായിരുന്നു എന്ന് സുവിശേഷം പറയുന്നു. അവൻ അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിച്ചത്. ഇവിടെ ഈ അധികാരം, അതോറിറ്റി എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഗ്രീക്ക് ഭാഷയിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എക്സൂസിയ എന്നാണ്. എക്സൂസിയ, അധികാരത്തിന്. പക്ഷേ ഈ എക്സൂസിയ എന്ന വാക്ക് അധികാരം എന്നതുപോലെ തന്നെ കുറച്ചുകൂടി വിശാലമായ ഒരർത്ഥം കൂടെ ഉണ്ട് അതിന്. ശക്തി, പവർ, ഒരു ഡൈനാമിസം എന്നൊക്കെയുള്ള അർത്ഥം കൂടിയുണ്ട് അതിന്. അതായത് ഈശോ തൻ്റെ പഠനങ്ങൾ നടത്തിയിരുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ശക്തിയോടുകൂടിയാണ്. അപ്പോൾ യേശുവിൻ്റെ പഠനങ്ങൾക്കൊരു പവറുണ്ടായിരുന്നു. ആ പവർ ഉപയോഗിച്ചാണ് ഈശോ പഠിപ്പിച്ചിരുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അതായത് യേശുവിൻ്റെ പഠനങ്ങൾക്ക് മറ്റുള്ളവരുടെ പഠനങ്ങളിലില്ലാത്ത ഒരു ശക്തി ഉണ്ടായിരുന്നു, ഒരു പവർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ യേശുവിൻ്റെ അധികാരം എന്ന് നമുക്ക് തുടർന്ന് കാണാവുന്നതാണ്. എപ്പോഴെല്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം അവിടുന്ന് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് മറ്റുള്ളവരിൽ നിന്നുള്ള ഈശോയുടെ പഠനങ്ങളുടെ വ്യത്യാസം. മറ്റുള്ളവർ പഠിപ്പിച്ച് തിരികെ പോകുമ്പോൾ ഈശോ പഠിപ്പിക്കുകയും ആ പഠിപ്പിച്ചത് അടയാളങ്ങളിലൂടെ അവിടുന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതായത് അവിടുന്ന് തൻ്റെ പഠനങ്ങളെ അവിടുന്ന് അധികാരമുള്ള അടയാളങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രകൃത്യാതീതമായ ഒരു സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ട് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ വളരെ വ്യക്തമായിരുന്നു അവർക്ക് ഈ മനുഷ്യന് മറ്റുള്ളവരിൽ നിന്ന് ഒരു അമാനുഷികമായിട്ടുള്ള, ഈ പ്രകൃതിക്ക് അതീതമായിട്ടുള്ള ഒരു പവറുണ്ട്. ആ പവറിനെയാണ് അവർ അധികാരം, എക്സൂസിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും പ്രധാനമായത് അവിടത്തേക്ക് പിശാചുക്കളുടെ മേൽ അധികാരം അല്ലെങ്കിൽ ശക്തി ഉണ്ടായിരുന്നു എന്നതാണ്. അതാണ് നമ്മൾ ഈ സിനഗോഗിൽ തുടർന്ന് നടക്കുന്ന സംഭവങ്ങളിലൂടെ കാണാൻ പോകുന്നത്. സുവിശേഷം പറയുന്നു, അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അൺക്ലീൻ സ്പിരിറ്റ്. ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് പ്നെയൂമ എന്നാണ്. പ്നെയൂമ. അപ്പോൾ പ്നെയൂമ എന്ന അതേ വാക്ക് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുവാനായിട്ടും ഉപയോഗിക്കുന്നത്. ഹഗിയ പ്നെയൂമ എന്നാണ്. അപ്പോൾ ഇവിടെ അശുദ്ധാത്മാവ് എന്നതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ അശുദ്ധാത്മാവ് എന്ന് നമ്മൾ കാണുമ്പോഴെല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു സ്പിരിച്വൽ ബീയിങ്, ഒരു ആത്മാവ് വിച്ച് ഈസ് നോട്ട് ഹോളി, ശുദ്ധമായതല്ലാത്ത, ബട്ട് വിക്കഡായിട്ടുള്ള, ദുഷ്ടത നിറഞ്ഞതായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ആത്മാവിനെയാണ് അശുദ്ധാത്മാവ് എന്ന് പറയുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നേർ വിപരീതമായിട്ടുള്ള പദം. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിൽ
പിശാചിനെ സൂചിപ്പിക്കുന്ന പദമായിരുന്നത്. ഡീമൺ എന്ന ആ ഒരു പിശാചിനെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അശുദ്ധാത്മാവ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കാണുന്ന പോലെ ഒരു ഫാളൻ ഏഞ്ചൽ, വീണുപോയ മാലാഖ, അഹങ്കാരം മൂലം ദൈവത്തെ നിഷേധിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട മാലാഖ. ആ മാലാഖ എന്താണ് ചെയ്യുക? അപ്രകാരം അൺക്ലീനായിട്ടുള്ള, അശുദ്ധമായിട്ടുള്ള ആ മാലാഖ എന്താണ് ചെയ്യുക? മനുഷ്യരെയും തങ്ങൾ ദൈവത്തിൽ നിന്ന് അകപ്പെട്ടതുപോലെ ആ മാലാഖയും ആ മാലാഖയുടെ അനുചരന്മാരും തങ്ങളെപ്പോലെ തന്നെ മനുഷ്യരെയും ദൈവത്തിൽ നിന്ന് അകറ്റുവാനും വഴിതെറ്റിക്കുവാനും തിന്മയിലേക്ക് നയിക്കുവാനും അങ്ങനെ അവസാനം മരണത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് നയിക്കുവാനും വേണ്ടി ഇങ്ങനെ നടക്കുന്ന എല്ലാ ആത്മാക്കളെയും അശുദ്ധാത്മാക്കൾ എന്നാണ് അവർ സൂചിപ്പിച്ചിരുന്നത്. അതായത് അശുദ്ധാത്മാക്കളുടെ നേതാവായ സാത്താൻ്റെ, വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്ന സാത്താൻ്റെ അനുചരന്മാർ, ഇതാണ് അശുദ്ധാത്മാക്കൾ എന്നതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ സൂചിപ്പിക്കുക. അപ്പോൾ സിനഗോഗിൽ വെച്ച് യേശു അപ്രകാരമുള്ള അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ യേശുവിനെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യനല്ല സംസാരിക്കുന്നത്, മറിച്ച് അയാളിലൂടെ ആ അശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. അവൻ അലറുകയാണ്, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അശുദ്ധാത്മാവ് പറയുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ അശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ പിശാച് യേശുവിനെ വ്യക്തമായിട്ട് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരീശ്വരവാദികളും മറ്റ് ഇസ്ലാമിസ്റ്റുകളും ഒക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ബൈബിളിൽ ഒരിടത്തും യേശു സ്വയം ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് യേശു ദൈവമല്ല എന്ന് അവരുടെ വാദമുഖങ്ങൾ. ശരിയാണ്, ബൈബിളിൽ ഒരിക്കലും യേശു തന്നെ വന്നിട്ട് ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കുവിൻ എന്ന് ഈശോ അങ്ങനെ അവകാശപ്പെടുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് വളരെയധികം പേർ, മറ്റുള്ളവർ, ഈശോയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചവർ, ഈശോയുടെ രോഗശാന്തിക്ക് പാത്രമായവർ, അവരെല്ലാവരും ഈശോയെ ഏറ്റുപറയുന്നുണ്ട്. നീ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഈശോയെ അവർ ഏറ്റുപറയുന്നുണ്ട്, ഈശോയുടെ ദൈവികത. പ്രത്യേകിച്ച് അശുദ്ധാത്മാക്കൾ. പക്ഷേ അവരോടെല്ലാം ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ ആരോടും പറയരുതെന്ന്. അപ്പോൾ തൻ്റെ ദൈവികതയെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടുത്തുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. തൻ്റെ പരസ്യ ജീവിതത്തിനിടയ്ക്ക് തൻ്റെ ദൈവികതയെ വെളിപ്പെടുത്തി പിന്നെ എല്ലാം പെട്ടെന്ന് സുഗമമാക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് എല്ലാം അതിൻ്റെ സമയത്ത്, എപ്പോഴാണ് ഈശോയുടെ ദൈവികത അവിടുന്ന് വെളിപ്പെടുത്തുന്നത്? തൻ്റെ കുരിശ് മരണത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഈശോയുടെ വാക്കുകളിലൂടെ അല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ അവിടുത്തെ ദൈവികത വെളിപ്പെടുന്നത്, മറിച്ച് അവിടുത്തെ പ്രവൃത്തികളിലൂടെയാണ്. അവിടുന്ന് നൽകുന്ന രോഗശാന്തികൾ, അവിടുന്ന് നൽകുന്ന അത്ഭുതങ്ങൾ, അവിടുന്ന് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്, രോഗങ്ങൾ സൗഖ്യമാക്കുന്നത്, മുടന്തന്മാരെ നടത്തുന്നത്, കടലിന് മീതെ നടക്കുന്നത്, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നത്, ഇതെല്ലാം ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ, ഈശോ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇക്കാര്യങ്ങളെല്ലാം ഈശോയുടെ ദൈവികതയെ വെളിപ്പെടുത്തുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, നമുക്ക് സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ അശുദ്ധാത്മാവ് ഇവിടെ യേശുവിൻ്റെ ദൈവികതയെ തിരിച്ചറിയുന്നു. തൻ്റെ മേൽ യേശുവിന് എക്സൂസിയ, അധികാരം അല്ലെങ്കിൽ പവർ ഉണ്ടെന്ന് മാത്രമല്ല, യേശുവിൻ്റെ ദൗത്യം തന്നെ സാത്താൻ്റെ ശക്തിയെ നശിപ്പിക്കുക എന്നതാണ് എന്ന് അവൻ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നീ വന്നിരിക്കുന്നത് ഞങ്ങളെ നശിപ്പിക്കാനാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ധിക്കരിച്ച് പറുദീസയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട മാലാഖമാർ മനുഷ്യരുടെ മേലിൽ അവരുടെ ശക്തി ഉപയോഗിച്ച്, അവരുടെ അധികാരം ഉപയോഗിച്ച് മനുഷ്യരെ നശിപ്പിക്കുവാനായിട്ട് നടക്കുമ്പോൾ, പിശാചുക്കളുടെ മേൽ അധികാരമുള്ളവനായ ഈശോ വന്നിരിക്കുന്നത് അവരെ നശിപ്പിക്കാനാണെന്ന് ഈ സാത്താന് മനസ്സിലായി, ഈ അശുദ്ധാത്മാവിന് മനസ്സിലായി. അപ്പോൾ യേശു സാത്താനെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് നമ്മെ
ഓർമ്മിപ്പിക്കുകയാണ് ആ അശുദ്ധാത്മാവ്. ഇത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ ആദ്യത്തെ ആ ഒരു വീഴ്ച സംഭവിച്ചു കഴിയുമ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കും. യഹൂദർക്കെല്ലാം അറിയാമായിരുന്നൊരു വാക്യമാണിത്. അപ്പോൾ അവരിത് കരുതിയിരുന്നത് രക്ഷകൻ വരുമ്പോൾ, മിശിഹ വരുമ്പോൾ പൂർത്തിയാക്കപ്പെടുന്ന വചനങ്ങൾ, അവൻ പിശാചിൻ്റെ തല തകർക്കുന്നവനായിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് അവരിത് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ മനുഷ്യകുലത്തിൻ്റെ മേൽ പിശാച് സ്ഥാപിച്ചിരിക്കുന്ന ആധിപത്യവും അധികാരവും ഇല്ലാതാക്കുന്നവനാണ് മിശിഹ. അതായത് പിശാചിൻ്റെ മേൽ ആര് അധികാരം സ്ഥാപിക്കുന്നുവോ, അല്ലെങ്കിൽ പിശാചിൻ്റെ ശക്തിയെ ആരുടെ ശക്തി കീഴ്പ്പെടുത്തുന്നുവോ, അവനായിരിക്കും രക്ഷകൻ അല്ലെങ്കിൽ മിശിഹ. അപ്പോൾ ഇവിടെ അശുദ്ധാത്മാവ് തന്നെ പറയുന്നു, നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? അപ്പോൾ മിശിഹായെക്കുറിച്ചുള്ള ആ പ്രതീക്ഷകൾ യേശുവിൽ അത് പൂർത്തിയാകുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ പിശാചിൻ്റെ ഈ വാക്കുകൾ. യേശുവിൻ്റെ ദൈവികതയുടെ തെളിവുകളാണ് പിശാചിൻ്റെ ഈ വാക്കുകൾ. എന്നിട്ട് അവൻ തുടർന്ന് പറയുകയാണ്, എനിക്കറിയാം നീ ആരാണെന്ന്. എന്നിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അപ്പോൾ ഇത്രയും പ്രത്യേകമായിട്ട് യേശുവിൻ്റെ ദൈവികത്വത്തെ പ്രഘോഷിക്കുന്നത് വേറെ ആരുമില്ല. പിശാചാണ് ഏറ്റവും ഭംഗിയായിട്ടും വ്യക്തമായിട്ടും ഈശോയുടെ ദൈവികത്വത്തെ പ്രഘോഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ കൂടെയാണിത്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്നുള്ളത്. അപ്പോൾ യേശു തൻ്റെ അധികാരം, തൻ്റെ എക്സൂസിയ ഉപയോഗിച്ച് തൻ്റെ ദൗത്യം തുടരുമ്പോൾ, എക്സൂസിയ എന്ന വാക്ക് തന്നെ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എക്സോർസിസം എന്ന വാക്കാണ്. എക്സോർസിസം എന്നാൽ പിശാചുക്കളുടെ മേലുള്ള അധികാരം പ്രയോഗിച്ചുകൊണ്ട് പിശാചുക്കളെ ഒഴിപ്പിക്കുക. അപ്പോൾ ഈശോ തൻ്റെ അധികാരം ഉപയോഗിക്കുമ്പോൾ യേശു ആരാണ് എന്ന് ആ പിശാച് തിരിച്ചറിയുകയാണ്. അപ്പോൾ മനുഷ്യരെക്കാൾ വ്യക്തമായി അശുദ്ധാത്മാക്കൾ തിരിച്ചറിയുന്നു. യേശു മിശിഹായാണെന്ന രഹസ്യം മനുഷ്യനേക്കാൾ പിശാച് തിരിച്ചറിയുന്നു. അപ്പോൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു തന്നെ തിരിച്ചറിയുന്ന, തൻ്റെ ദൈവികതയെ തിരിച്ചറിയുന്ന മനുഷ്യരോട് ഇത് ആരോടും പറയരുത് എന്ന് നിഷ്കർഷിക്കുന്നു. അതായത് തൻ്റെ വ്യക്തിത്വം, തൻ്റെ ഐഡൻറ്റിറ്റി തൻ്റെ പരസ്യ ജീവിതത്തിൽ തന്നെ വെളിപ്പെടുത്തുവാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. ഇവിടെയും ഈശോ അശുദ്ധാത്മാവിനോട് പറയുന്നു, അവനെ ശാസിക്കുന്നു, നിശബ്ദനായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അവനെ ആ മനുഷ്യനിൽ നിന്ന് പുറത്താക്കുന്നു. ഇതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ യേശുവിൻ്റെ ആദ്യത്തെ എക്സോർസിസം അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയാവുന്നത്. അപ്പോൾ അശുദ്ധാത്മാവ് പറയുന്ന അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ പറയുന്നു, നീ ആരാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ആരാണെന്നാണ് പറയുന്നത്? നീ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാണോ? അല്ല. നീ മിശിഹായാണ് എന്നാണോ? അല്ല. നീ ത്രിത്വൈക ദൈവത്തിലെ രണ്ടാമത്തെ ആളാണ് എന്നാണോ? അല്ല. പിശാചിന് ഇതെല്ലാം അറിയാം. ഇതെല്ലാം യേശുവിനെ കുറിച്ച് സത്യമാണ്. ഇതെല്ലാം പിശാചിന് അറിയുകയും ചെയ്യാം. ഇതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും അവൻ പറയുക, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്. ദ ഹോളി വൺ ഓഫ് ഗാഡ്. യു ആർ ദി ഹോളി വൺ ഓഫ് ഗാഡ്. അപ്പോൾ എന്താണ് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധൻ്റെ പ്രത്യേകത? അത് നമ്മൾ കാണണമെങ്കിൽ സങ്കീർത്തനത്തിലേക്ക് പോകണം. സങ്കീർത്തനം 106-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദ ഹോളി വൺ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ടിരുന്നത് ഇസ്രായേലിലെ മുഖ്യ പുരോഹിതനെയാണ്. മുഖ്യ പുരോഹിതന്മാരെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ജനം പാളയത്തിൽ വെച്ച് മോശയുടെയും കർത്താവിൻ്റെ വിശുദ്ധനായ, കർത്താവിൻ്റെ പരിശുദ്ധനായ അഹറോൻ്റെയും നേരെ അസൂയാലുക്കളായി. അപ്പോൾ അഹറോനെയാണ് അവിടെ കർത്താവിൻ്റെ പരിശുദ്ധൻ, ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ മുഖ്യ പുരോഹിതനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദമാണ് കർത്താവിൻ്റെ പരിശുദ്ധൻ, ദ ഹോളി വൺ ഓഫ് ദ ലോർഡ്. അപ്പോൾ മുഖ്യ പുരോഹിതന്മാർ തങ്ങളുടെ നെറ്റിയിൽ ഒരു പട്ട കെട്ടുമായിരുന്നു. അതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരുന്നു, കാദോഷ് ല അദോനായി. അതിൻ്റെ അർത്ഥം ഹോളി ടു ദ ലോർഡ്, ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നാണ്. അപ്പോൾ ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ അശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ നമ്മളൊന്നും കൂടി നോക്കി.
മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അശുദ്ധാത്മാവ് തിരിച്ചറിയുന്നു യേശു മിശിഹായാണെന്ന്. മാത്രമല്ല ഈശോ യഥാർത്ഥത്തിൽ മുഖ്യ പുരോഹിതൻ കൂടെയാണെന്ന്, പുരോഹിതനായ മിശിഹ. അപ്പോൾ പിശാചുക്കളുടെ മേൽ അധികാരവും ശക്തിയുമുള്ള മുഖ്യ പുരോഹിതൻ. അപ്പോൾ തൻ്റെ പൗരോഹിത്യ പ്രവൃത്തിയായ ബലിയർപ്പണത്തിലൂടെയാണ് ഈ പുരോഹിതൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ടാണ് തൻ്റെ മെസ്സിയാനിക ദൗത്യം പൂർത്തിയാക്കുവാൻ പോകുന്നത് എന്നുള്ള വളരെ വലിയ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു വെളിപാടാണ് യഥാർത്ഥത്തിൽ ആ അശുദ്ധാത്മാവ് അവിടെ വെച്ച് നൽകുന്നത്. അപ്പോൾ സാബത്ത് ദിവസം സിനഗോഗിൽ വെച്ച് യേശു അത്ഭുതകരമായ ഈ എക്സോർസിസം, ഈ ഭൂതോച്ചാടനം നടത്തുന്നത് കൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും വീണ്ടും വിസ്മയിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും ഇവൻ ആജ്ഞാപിക്കുന്നു, അവർ അനുസരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്ന യേശുവിൻ്റെ ഈ അധികാരം അത് പിശാചുക്കളുടെ മേലുള്ള അവിടുത്തെ എക്സൂസിയ പവറാണ്, ശക്തിയാണ്. അതായത് ഈശോ ദൈവവചനം പ്രഘോഷിക്കുക മാത്രമല്ല, അവിടത്തേക്ക് ദൈവത്തിൻ്റെ ശത്രുക്കളുടെ മേൽ, തൻ്റെ ശത്രുക്കളുടെ മേൽ അധികാരവും ശക്തിയുമുണ്ട്. അതാണ് അവരെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അശുദ്ധാത്മാക്കൾ പോലും അവിടുത്തെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനായി വന്നവനാണ് ഈശോ. അപ്പോൾ ഈശോ ആരിൽ നിന്നാണോ നമ്മെ രക്ഷിക്കേണ്ടത്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഉടയവനായ പിശാചിൽ നിന്ന്, നിത്യനാശത്തിൻ്റെ കാരണമായ പിശാചിൽ നിന്ന്, നിത്യമരണത്തിൻ്റെ കാരണമായ പിശാചിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ അധികാരവും ശക്തിയുമുള്ളവനാണ് ഈശോ എന്ന് വളരെ വ്യക്തമായിട്ട് സുവിശേഷം നമ്മോട് പറയുകയാണ്. ഏവർക്കും അനുഗ്രഹപ്രദമായ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.